ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നിതിനെ നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് പറഞ്ഞത്. പിന്നീട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അറിയുന്ന എപ്പോഴെന്ന് വെച്ചാൽ 5 മണിക്കുള്ള ഒരു വാർത്ത കേൾക്കുമ്പോഴാണ്. വാർത്തയിൽ വന്നു എന്ന് എന്നോട് ഇളയ സഹോദരിയുടെ ഹസ്ബൻഡ് പറഞ്ഞു. പോള് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥിയായിട്ടുള്ള നിതിൻ രാജിൻ്റെ മരണവാർത്ത നിങ്ങളെല്ലാവരും കേട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ന്യൂസ് ചാനൽസിലെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ഇതാണ്. ഇത് മരണകാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ ഒരുപാട് അധിക്ഷേപങ്ങളാണ് ഇവരുടെ കോളേജിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ HOD ആയിട്ടുള്ള റാം എന്ന് പറയുന്ന ഒരു തന്തയില്ലാത്തവൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു പയ്യൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള രീതിയിലാണ് ഈ നിതിൻ രാജിൻ്റെ കുടുംബം ഇപ്പം വന്ന് സംസാരിക്കുന്നത്. അതുമാത്രമല്ല, നിതിൻ രാജിൻ്റെ ഒരു വോയിസും നിലവിൽ ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഏതൊക്കെ രീതിയിൽ ആക്ഷേപിക്കാവോ അതെല്ലാം രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു HOD ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണോ ഇത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. യവനെ പോലെയുള്ള തന്തയില്ലാത്തവന്മാരെയാണ് കോളേജിലൊക്കെ HOD ആയിട്ട് നിയമിക്കുന്നത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അവരുടെ ഫാമിലിയുടെ കരച്ചിലും സങ്കടവും കാണുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല എന്താ നമ്മൾ പറയേണ്ടതെന്നും എന്തെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണമെന്ന്. കാര്യം ഇതിപ്പോൾ ആദ്യത്തെ കേസൊന്നുമല്ല. ഇതുപോലുള്ള ഒരുപാട് കേസുകൾ നിലവിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തിന് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എങ്ങാണ്ട് ഒരു പയ്യൻ വരെ ഇതുപോലെ സ്കൂളിൽ നിന്ന് എടുത്ത് ചാടി മരണപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ നിയമത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാര്യം ഈ പയ്യൻ മരിച്ച് ഇത്രയും സമയം കഴിഞ്ഞു, ഇതുവരെയും ഈ പറയുന്ന HODക്കെതിരെ ഒരു ആക്ഷനും എടുക്കുന്നത് ഞാൻ കണ്ടില്ല. സകലമാന ആൾക്കാരും സകലമാന പിള്ളേരും ഈ പറയുന്ന ഒരു HODക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വന്ന് സംസാരിക്കുന്നത്. ഇന്നലെ സായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ വന്ന കമൻസുകൾ നിങ്ങളൊന്ന് നോക്കണം. പല പിള്ളേരും പല ഫേക്ക് ഐഡിയിൽ നിന്നും വന്ന് ഈ നാറയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ ഒരു കമൻറ്റ് വായിച്ചു തരാം. ഡോക്ടർ രാമന് ഭ്രാന്താണ്, അതിനേക്കാൾ മികച്ചൊരു ഭ്രാന്തനുണ്ട്, ഡോക്ടർ ഹാഷിം അലി. വാ തുറന്നാൽ 5 കൊല്ലം പോയി കിട്ടി, പേടിച്ച് ആരും ഒന്നും പറയില്ല. ഡിപ്രഷൻ്റെ മരുന്ന് കഴിക്കുന്ന എന്ന് പറഞ്ഞറിഞ്ഞാൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണോ, ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എക്സാം എഴുതാനുള്ള അടവാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കമൻസാണ് വന്നിരിക്കുന്നത്. അതായത് ഈ റാമെന്ന് പറയുന്ന ഈ ഒരു നാറയെക്കുറിച്ച് മാത്രമല്ല, ആ കോളേജിലുള്ള വേറെ കുറേ സ്റ്റാഫുകളെ പറ്റിയും ഇപ്പോൾ ഈ അധ്യാപകരെ പറ്റിയൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് കുട്ടികൾ വന്ന് പറയുന്നുണ്ട്. അതായത് യവൻ്റെയൊക്കെ മാനസിക പീഡനം കാരണം ഡിപ്രഷന് വരെ ടാബ്ലറ്റ് എടുത്ത കുട്ടികളുണ്ട് അവിടെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്നിട്ട് എന്ത് ആക്ഷനാണ് ഇവന്മാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്? ആ അമ്മയുടെയൊക്കെ കരച്ചിൽ കാരണം ഒന്ന് ആലോചിച്ച് നോക്കണേ. അവരുടെയൊക്കെ എന്തെല്ലാം പ്രതീക്ഷയോടെ കൂടിയിട്ടായിരിക്കും ആ ഒരു പയ്യനെ കോളേജിലൊക്കെ പഠിപ്പിക്കാൻ വിടുന്നത്. ഇത് ഇവനോട് ഇത്രയും ഒരു ദേഷ്യവും കാര്യമൊക്കെ ഉണ്ടാവാനായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള വേറെ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറയാം. എന്തായാലും നമുക്ക് ആദ്യമേ ഇതിൻ്റെ കുടുംബം പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഒന്ന് കാണാം. നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലെല്ലാം എല്ലാ രീതിക്കും അവനോട് നല്ല ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അത് പോയതിന്റെ അന്ന് തൊട്ടേ പറയണുണ്ടായിരുന്നു. റാം സാറ് ഇവിടെ പഠിക്കുന്നത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ അയാൾ കൊന്നിട്ടേ പോകുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, എന്തിന് ഇങ്ങനെ സഹിച്ചും കേട്ടും നിങ്ങൾ നിൽക്കണം? അതാണ് എനിക്ക് ചോദിക്കാനുള്ള കുട്ടികളുടെ അടുത്ത്. എന്തിന് പേടിക്കണം? ഇവനൊക്കെ എന്തായാലും തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ അപ്പുറം ഇവൻ്റെയൊക്കെ മുഖത്ത് നോക്കി വിളിക്കണം. അല്ലാതെ കേട്ടോണ്ട് മിണ്ടായിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടി കൊടുക്കേണ്ട സ്ഥലത്ത് അടി കൊടുക്കണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാം കേട്ട് സഹിച്ചൊന്നും ഒരു മനുഷ്യർ ഇവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല. ആരും ആരുടെയും അടിമയല്ല. അത് ഇനിയെങ്കിലും നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. എന്തിനാ ഞാൻ അത് ആലോചിക്കുന്നത്? ഈ പിള്ളേർക്ക് അങ്ങ് പേടിച്ചിരിക്കുക എന്ന് പറയുന്നത്. എന്തിനാടെ പേടിക്കുന്ന ഈ വായി നോക്കികളൊക്കെ? അത് ആദ്യമേ പറഞ്ഞു. എന്താണ് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്? എന്താണ് പറയാൻ പറ്റുന്ന കാര്യമാണോ? ആക്ഷേപിച്ച പുഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിനെ വിളിച്ച്. നമ്മുടെ നാട്ടിലെ നിയമവും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ജാതിയുടെയൊക്കെ പേരും പറഞ്ഞും ഈ കളറിൻ്റെയൊക്കെ പേരും പറഞ്ഞും ഒക്കെ നമ്മളെ ആക്ഷേപിച്ച് കഴിഞ്ഞാൽ അത് കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇതൊക്കെ കേട്ട് സഹിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഈ പറയുന്ന നിതിനായി കഴിഞ്ഞാലും ഈ പറയുന്ന HODക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാമായിരുന്നു. പക്ഷേ ഇവരാരും അതിന് മെനക്കെട്ടില്ല. അതാ ഇവരെല്ലാവരും ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്. അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നഷ്ടപ്പെട്ടപ്പോൾ ആർക്കാണ് നഷ്ടം വന്നത്? അവരുടെ കുടുംബത്തിന് മാത്രമാണ് നഷ്ടം. സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിനക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞൂടേടാ, നീ എവിടെ പഠിച്ചത്? നീ ഇത് ഓരോ സ്റ്റുഡൻസിൻ്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. അങ്ങനെ അയാൾ അവിടെ കിടന്ന് പിള്ളേർ ചിരിക്കണം. ചിരിക്കാത്ത കുട്ടികളെ ഇയാൾ അടിക്കും. ഈ മുതിർന്ന കുട്ടികളെ അയാൾ അടിക്കും.
അയാൾ ചിരിക്കണം. ഇവൻ്റെ ക്രൂരതകളാണ് പറയുന്നത്. ഇപ്പം എന്തുമാത്രം പിള്ളേർ മാനസിക നില തെറ്റിയിട്ടുണ്ടായിരിക്കാം. ഇപ്പോഴും പല ആൾക്കാരും രംഗത്ത് വന്നിട്ടില്ല. എല്ലാവരും പേടിച്ച് മാറിയിരിക്കുവാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല. പ്രതികരിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ പ്രതികരിക്കണം. ഈ പയ്യൻ മരിച്ചതിന് ശേഷം ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യരും പ്രതിഷേധമായിട്ട് വരുന്ന ഞാൻ എങ്ങും കണ്ടിട്ടില്ല. സാധാരണ മിക്ക കോളേജുകളിലൊക്കെ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും വരും, കുറച്ച് ദിവസത്തേക്കെങ്കിലും. പക്ഷേ ആ കോളേജിലുള്ള വേറെ ആരും ഇപ്പം നിലവിൽ ഒന്നും മിണ്ടുന്നില്ല, ഒരക്ഷരവും മിണ്ടുന്നില്ല. കാര്യം അവർക്ക് പേടിയാണ്. വാ തുറന്നു കഴിഞ്ഞാൽ അവരെ ഇമാരെടുത്ത് വെളി കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്തെല്ലാം പ്രതീക്ഷയോടെ കൂടിയിട്ടും എത്ര പൈസ ചിലവാക്കിയിട്ടായിരിക്കും അവിടെ വന്ന് പഠിക്കാൻ വരുന്നത്. ഈ നാറികളുടെയൊക്കെ തന്തയില്ലായ്മ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഇവനെന്നല്ല ഏത് ആ ക്ലാസ്സിലുള്ള വേറൊരു കൊച്ചുണ്ടായിരുന്നു, ഷയാന എന്ന് പറയുന്നത്. ആ കൊച്ചിനെതിരെയും ഇതുപോലെ സെയിം, അതായത് വേറെ എന്തോ മുസ്ലിമാണ് ആ കൊച്ച്, അതിൻ്റെ ഇതിൽ ഒരിത് വന്നായിരുന്നു. അതെനിക്കറിയാം. ഇത് നിങ്ങൾ നോക്കിക്കോ, ഇനിയും ഇതുപോലെയുള്ള കേസുകൾ ആ കോളേജിൽ സംഭവിക്കും. കാര്യം യുവന്മാർ അവിടെ ഉള്ളിടത്തോളം കാലം ഒരു കുട്ടികൾക്ക് ഇനിയെങ്കിലും ഇങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ആ അമ്മയുടെ അച്ഛൻ്റെ കരച്ചിൽ കാണുമ്പം നമുക്ക് തന്നെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. കാര്യം അവർക്കേ അറിയാം അതിൻ്റെ വേദന എന്താണ് എന്ന്. ഒന്ന് ആലോചിക്കട്ടെ, ഇന്നത്തെ കാലത്ത് നിറത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെയൊക്കെ പിള്ളേരെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല, ഈ കുട്ടികൾ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവൻ ക്ലാസ് എടുക്കാൻ വന്നു കഴിഞ്ഞ് ഇവന് ക്ലാസ് ഒന്നുമല്ല എടുക്കുന്നത്, ഇവൻ വേറെ പല കാര്യങ്ങളൊക്കെയാണ് ഇവൻ വന്ന് പഠിപ്പിക്കാൻ നോക്കുന്നത്. അതേ കണക്ക് തന്നെ അപ്പുറത്തെ ക്ലാസ്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമമുണ്ടോ, ഏതെങ്കിലും ചെറുക്കന്മാർ പെണ്ണുങ്ങളെ നോക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് ഇവൻ കണ്ടുപിടിക്കാൻ നടക്കുന്നത്. ഇല്ല, വാഴ സിനിമയ്ക്കകത്ത് വിജയ് ബാബുവിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, അത് കണ്ടവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതിനെ വേറൊരു വേർഷനം കണ്ടാന്ന് തോന്നി ഈ നാറി. എന്തായാലും നിതിൻ രാജിൻ്റെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നിതിനെ നീ ആളാൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കുക. എന്താ സാർ, അമ്മയുടെ സർജറി വരെ കളിയാക്കിയെന്ന് അവൻ്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണമായിരുന്നു. അതാണ് ചെയ്യേണ്ടത്. ഞാൻ വല്ലവരുടെ അങ്ങനെ തന്നെ ഏതാനും ഇപ്പം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ. വീട്ടിൽ ഇരിക്കുന്നവരെ പറ്റിയിട്ട് കളിയാക്കിയോ വിളിക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അത് തന്നെ ചെയ്യുക. അത്ര ഞാൻ പറയത്തുള്ളൂ. എൻ്റെ ഒരു രീതി അങ്ങനെ തന്നെ. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് ഇനി വേറെ ഒരുത്തനും ഇനി ഒന്നും പറയാൻ വരണ്ട. ഇങ്ങനൊന്നും കേട്ട് ഒരു മനുഷ്യരും ജീവിക്കേണ്ട ആവശ്യമില്ല, കേട്ടല്ലേ? അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയും തന്തയില്ലായ്മ കാണിക്കുന്ന ഒരുത്തനെയൊക്കെ എങ്ങനെയാണ് നമുക്കൊക്കെ ന്യായീകരിക്കാൻ തോന്നുന്നത്? ഈ നിമിഷം വരെ ഇപ്പം ഞാൻ കുറച്ച് മുന്നേ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒരു വാർത്ത കണ്ട്, ഇവൻ ചിരിക്കുമായിരുന്നെന്ന്. ഈ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം ഇവൻ പൊട്ടിച്ചിരിക്കുമായിരുന്നെന്ന്. അപ്പോൾ ഇവൻ എന്തുമാത്രം ഒരു ഫ്രോഡാണ്. ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ പിള്ളേരോട് എന്ത് സ്നേഹമാണ് ഇവനൊക്കെ ഉള്ളത്? ഇവനൊക്കെ ഇവൻ്റെ കുടുംബത്തോടെ സ്നേഹമുണ്ടോ? ഇവൻ്റെ വീട്ടുകാരോടെ സ്നേഹമുണ്ടോ? ഇവൻ്റെയൊക്കെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കണം. ഇത് വിടരുത്. ഇവനെ ഒരിക്കലും ഇനി ഒരു കുട്ടികൾക്ക് ഇത് സംഭവിക്കരുത്. സർപ്രൈസായിട്ട് കൊടുത്തേക്ക്. അതുപോലെ എന്താ ഇൻസൾട്ട്, ഓക്കെ ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, അങ്ങറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചു നടന്ന് ചെയ്യിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു, ക്ലാസ്സിൽ 199 പേരും തൻ്റെ അടിമയായിരിക്കും. ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈയില്ല. ഒരു അധ്യാപകൻ പറയുന്ന കാര്യമാണ്, നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ കൈയും കാലും വെട്ടുമെന്ന്. എന്തോന്നടേ ഇത്? ഇവരൊക്കെ ഗുണ്ടകളാണോ? അതാ ഞാൻ ചോദിക്കുന്നത്. ഇവരൊക്കെ പഠിപ്പിക്കാനാണോ അതോ ഗുണ്ടകളായിട്ടാണോ അവന്മാരൊക്കെ അവിടെ വന്നേക്കുന്നത്? പിള്ളേരെ ഇത് കണക്ക് വിരട്ടിയിട്ട് പിള്ളേരുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന നാറികളാണ് അവന്മാരൊക്കെ. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ഇതൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കും. ഇതിൻ്റെ ഈ ഒരു സങ്കടവും ഈ ഒരു വേദനയൊക്കെ എത്ര കാലം ചെന്നാൽ മാറും? ഇതിപ്പോൾ 1-2 ദിവസം ഈ ന്യൂസ് ചാനൽസിലെല്ലാം ചർച്ച ചെയ്യും. അതിനുശേഷം അവർ പുതിയ വാർത്തകൾ കിട്ടുമ്പോൾ വേറെ വാർത്തകളായിട്ട് പോകും. അഫ്കോഴ്സ് അതങ്ങനെ തന്നെയാണ്. ഇപ്പോഴും നഷ്ടങ്ങളും വേദനകളും ഈ പറയുന്ന ഫാമിലിക്ക് മാത്രമാണ്. ഈ ഒരു പയ്യൻ്റെ വോയിസിനകത്ത് വളരെ ക്ലിയറാണ് ഇവനോട് ഏത് തരത്തിലാണ് അവർ പെരുമാറുന്നതെന്ന്. പോരാത്തതിന് ഈ ഒരു പയ്യൻ എന്തോ ഒരു ഹണി ട്രാപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പയ്യൻ ആരോ ചതിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പേരിൽ എന്തോ ലോൺ ആപ്പ് വഴി പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ എന്തോ തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ വേറെ ഈ പറയുന്ന ഇവരുടെ ഈ ടീച്ചർമാർക്കെങ്ങാണ്ട് മെസ്സേജുകൾ പോയി. പിന്നെ അതൊരു ഭയങ്കരമായ ഒരു ഇഷ്യൂ ആയി. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ അറിയായിരിക്കും.
അപ്പോൾ അത് ഈ പറയുന്ന റാം എന്ന് പറയുന്ന ഈ ഒരു HOD എടുത്ത് ഈ ഒരു വിഷയം ചെന്ന സമയത്ത് ഭയങ്കര രീതിയിൽ ഈ ഒരു പയ്യനെ ആക്ഷേപിക്കുകയും ഒരുപാട് മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ ഒരുപാട് രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും സ്റ്റിൽ എനിക്ക് മനസ്സിലാവുന്നത് ഈ നിതിൻ രാജിൻ്റെ കൂട്ടുകാർക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അവരൊക്കെ ഇതൊന്നും പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറയുന്നില്ല. ഒക്കെ പറയാതിരിക്കുന്നിടത്തോളം കാലം ഇനിയും യുവമാർക്ക് ഇങ്ങനെയൊക്കെ ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വീണ്ടും എൻകറേജ് ചെയ്ത് കൊടുക്കുകയെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ഈ നാറുകൾ ഇനി ഒരു കുട്ടികളെടുത്തും ഇങ്ങനെയുള്ള തെമ്മാടത്തരങ്ങൾ കാണിക്കരുത്. ഈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ? ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു നിതിൻ കൂളെന്ന് പറഞ്ഞു. കൈയില്ലാതെ ജീവിക്കേണ്ടി വരുമെന്ന് ഒരു HOD ഒരു കുട്ടിയെടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ എന്ത് ആക്ഷനാണ് ഇത്രയും സമയമായിട്ടും ഈ പറയുന്ന പോലീസുകാരുടെ ഭാഗത്തു നിന്നും ബാക്കിയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ളത്? എന്ത് ആക്ഷനാണ് എടുത്തിട്ടുള്ളത്? അവരുടെ കുടുംബം ഒന്നടക്കം നിലവിളിച്ച് കിടന്ന് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. അവരുടെ കുടുംബം പ്രതികരിക്കുന്ന ഞാൻ വേറൊരു വീഡിയോ കൂടെ കാണിക്കാം. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും 10-30 കുട്ടികളുടെ മുമ്പ് വെച്ചിട്ടാണ് വെറും സ്ലം ഡോഗ് എന്നുള്ള രീതിയിലൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്ന ഒരു കുട്ടിയെ. സ്ലം ഡോഗ്, നീ തെരുവ് പട്ടിയല്ലേടാ, നിനക്കൊക്കെ എന്ത് അർഹതയുടെ ഇവിടെ വരാനും പഠിക്കാനും ഒക്കെ ഉള്ള യോഗ്യത എന്താണുള്ളത് നിനക്ക്? നിന്നെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അഥവാ നീ പുള്ളിക്കാരൻ ക്ലാസ്സിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് കുറേ പ്രാവശ്യമൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ടാവണം പാവം. ഇവൻ്റെ ജോലി വരെ പോകുന്ന വർത്തമാനമാണ് ഇവൻ സംസാരിച്ചിട്ടുള്ളത്. ഇതാരും പ്രതികരിക്കാത്തതിൻ്റെ പേരിൽ സംഭവിച്ചൊരു കാര്യമാണത്. ആ പയ്യൻ പ്രതികരിച്ച് ഇത് പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അവൻ ഈ ഒരു അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു. കാര്യം ഇത് ഓരോ സ്റ്റുഡൻസും, ഇതിപ്പം ഈ വീഡിയോ കാണുന്ന ഒരുപാട് സ്റ്റുഡൻസ് പല പല കോളേജുകളിൽ കാണുമായിരിക്കും. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇതുപോലെയുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുക, നിങ്ങൾ വീട്ടിൽ പറയുക. അല്ലാതെ ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കും. ഒരു 20-21 വയസ്സായ കൊച്ചിൻ്റെ ഒരു മെൻറ്റാലിറ്റി നമുക്ക് എന്നാൽ ചിന്തിക്കാമല്ലോ. പിന്നീട് നമ്മൾ തിരിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ഞങ്ങൾ തിരിച്ച് വിളിക്കുമ്പം ഒരു റെസ്പോണ്ടും ഇല്ല, അവരെടുക്കുന്നില്ല. എപ്പോഴും ഒരു പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് വരണം. എടുത്തായിരുന്നു ഇതിനിടയിൽ 5-6 പ്രാവശ്യം വിളിച്ച് ശ്രമിച്ചതിന് ശേഷം പറഞ്ഞ് കൂടുതലായിട്ട് വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് വന്നേ പറ്റൂ എന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അറിയുന്ന എപ്പോഴെന്ന് വെച്ചാൽ 5 മണിക്കുള്ള ഒരു വാർത്ത കേൾക്കുമ്പോഴാണ്. വാർത്തയിൽ വന്നു എന്ന് എന്നോട് ഇളയ സഹോദരിയുടെ ഹസ്ബൻഡ് പറഞ്ഞു. പോളിൻ്റെ കുടുംബത്തിൽ ആരോ വാർത്ത കണ്ടു. ആ വാർത്തയിൽ ഇങ്ങനെ നിതിൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്, മരിച്ചതായിട്ടാണ് സ്ഥിരീകരിച്ചു. അപ്പോൾ മാത്രമാണ് തീർച്ചയായിട്ടും താങ്കളുടെ ഭാര്യയോടക്കമാണല്ലോ സംസാരിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ ജാതി അധിക്ഷേപത്തെക്കുറിച്ചൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പല പ്രാവശ്യമായിട്ട് ജാതി അധിക്ഷേപത്തെ പറ്റിയിട്ട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്ന്. പക്ഷെ എന്നിട്ടും നിങ്ങളിതൊക്കെ കേട്ടിട്ടും നിങ്ങൾക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയില്ലേ? നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങളത് അന്നേ പ്രതികരിച്ചില്ല? അന്നേ നിങ്ങളിതൊരു ഒരു പ്രശ്നമാക്കാൻ എന്തുകൊണ്ട് നിങ്ങളതൊന്നും പ്രശ്നമാക്കിയില്ല? അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ആരും ആരുടെ അടിമയല്ല. നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണെന്നും പറഞ്ഞിട്ട് എന്ത് തെമ്മാടത്തരം കാണിക്കാൻ എന്നത് ശരിയുള്ള കാര്യമൊന്നുമല്ല. എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കണോ? അതിൻ്റെ ആവശ്യം എന്താ? പല പ്രാവശ്യമായിട്ട് കോളേജിൽ പല സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് ജാതിപരമായിട്ടും വംശീയപരമായിട്ടും നിറത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കുട്ടിയെ നല്ല രീതിയിൽ ഹരാസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സെക്ഷലി ആൻഡ് മെൻ്റലി നല്ല രീതിയിൽ ഹരാസ്മെൻറ്റ്സ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഡെയിലി വിളിക്കുമ്പോഴൊക്കെ പറയും. അത് പറയുമ്പോഴൊക്കെ ഓരോ പേരുകളും പറയുന്നുണ്ട്. ഇന്ന സ്റ്റാഫാണ്. അതിൽ ഇന്നലെ കുറച്ച് പേരുകൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. റാം, സംഗീത. അതെ, ഇവർ രണ്ടുപേരും അധ്യാപകരാണ്, പ്രൊഫസറാണ്. പിന്നെ ഇതിൽ റാം പ്രൊഫസർ ആൻഡ് HOD ആണ്, അനാട്ടമി ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർക്ക് 2 ക്ലാസ്സാണ്. ഒന്ന് മെഡിക്കൽ കോളേജിനകത്ത് ഒരു അനാട്ടമി സെക്ഷനിൽ വെച്ച് നടക്കും, ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട്. പിന്നെ ഒരു സബ്ജക്റ്റ് അനാട്ടമി ഡെൻ്റൽ കോളേജിൽ വെച്ചിട്ടാണ്. അപ്പോൾ നിതിൻ പഠിക്കുന്നത് ഡെൻ്റൽ കോളേജിലാണ്. അവിടെയാണ് സ്റ്റാഫ് റൂം, ഈ റാമും മറ്റുള്ള സ്റ്റാഫുകളും ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തോ സംതിങ് നടന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഇളയ മോൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കൂടാൻ വന്നത് ഇവിടെ 2 ദിവസത്തേക്ക്. അപ്പോൾ അന്ന് അവൻ ഇവിടെ ഇല്ലാത്തൊരു കുറവ് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും അവൻ രാത്രി ഇവിടെ വിളിച്ചതായിട്ട് അറിഞ്ഞു. വീഡിയോ കോളിൽ സംസാരിച്ചു. വളരെ ചില്ലായിരുന്നു, ഹാപ്പി ആയിരുന്നു. കാരണം അവ എല്ലാ പ്രാവശ്യം ഇവിടെ ഉള്ളതാണ്. വളരെ സാധാരണ ഒരു സാഹചര്യത്തിൽ നിന്ന് പഠിച്ചുയർന്നു പോയ മോനാണ്. അപ്പം ഈ നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ ആക്ഷേപം കേട്ടിരുന്നു. ഇവിടെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജാതിയോ അല്ലെങ്കിൽ പോക്കറ്റിലിരിക്കുന്ന പൈസയുടെ എണ്ണോ നോക്കിയിട്ടല്ല നമ്മളൊരു വ്യക്തിക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ടത്. ഇത് ഈ ഒരു പയ്യൻ, അതായത് അവൻ എന്തോ പ്രായമുണ്ട്, അല്ലെങ്കിൽ ഈ HOD എന്ന് പറയുന്ന ഈ നാറിക്ക് എന്തോ പ്രായമുണ്ട്.
ഇവന് ഉളുപ്പെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ? ഇത്രയും അത് ഇന്നത്തെ കാലത്ത് ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞ് ഈ ഒരു പയ്യനെ മാനസികമായിട്ട് തളർത്താനും ഇവനെ ദ്രോഹിക്കാനും ഇതിൻ്റെയൊക്കെ ആവശ്യം ഇവന്മാർക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്നാണ്. എന്നിട്ടും ഇത്രയും നാളായിട്ട്, അതായത് ഇപ്പം ഈ ഒരു വിഷയം വന്നതുകൊണ്ട് ഇത് വലിയ രീതിയിൽ വാർത്തയായി. ഇതിനൊക്കെ കുറേ നാളുകൾക്ക് മുന്നേ ആ കോളേജിൽ നിന്ന്, ഈ പറയുന്ന റാമിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇതുപോലെയുള്ള അവസ്ഥകളായിരുന്നു അവർ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഒരു വാർത്തയായപ്പോൾ എല്ലാവരും എടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ട് ഇത് അന്ന് തൊട്ട് ഇതിനൊന്നും ആക്ഷൻ എടുത്തില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവനൊക്കെ ഇപ്പോഴും ഒരു കൂസലും ഇല്ലാതെ ആ കോളേജിലുണ്ട്, ഒരു നാണോ മാനോ ഇല്ലാതെ അവിടെ വന്ന് വിലസി നടക്കുന്നുണ്ട്. ഈ മരണ വാർത്ത അറിഞ്ഞപ്പം പോലും അവനൊക്കെ പൊട്ടിച്ചിരിക്കുമായിരുന്നു. അതിനിപ്പോൾ എന്താണെന്നുള്ള രീതിയിലായിരുന്നു ഇവന്മാരുടെയൊക്കെ ഒരു പ്രതികരണമൊക്കെ. പല ആൾക്കാരും വന്ന് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയേ ഉള്ളൂ നിതിൻ രാജിൻ്റെ വാർത്ത. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കാട്ടിയും വലിയ സങ്കടം തോന്നുന്നത്. ഇതിൽ കൂടുതൽ വേറെ ഒന്നും നമുക്ക് പറയാനില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.